നമ്മൾ അന്യോന്യം ചെയ്യേണ്ട അനവധി കാര്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 25 കാര്യങ്ങളെങ്കിലും വിശ്വാസികൾ അന്യോന്യം ചെയ്യേണ്ടതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്പമായി ചിന്തിക്കുവാനിടയായി തീർന്നു. അന്യോന്യം നമ്മൾ ബഹുമാനിക്കുന്നവരാകണം. അന്യോന്യം ബഹുമാനിക്കുക. നമ്മൾ ശ്രേഷ്ഠർ എന്നെണ്ണുന്ന ആളുകളെ മാത്രമല്ല, സാധാരണക്കാരായ ആളുകളെ പോലും ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതാണ് രക്ഷിക്കപ്പെട്ട ദൈവ മക്കളുടെ പ്രത്യേകത. നമ്മൾ തിരുവെഴുത്തിലെ ഏറ്റവും അതിപ്രധാനമായ കൽപ്പനകളിൽ ഒന്നാണ് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടുവാനും എന്ത് ചെയ്യണമെന്നാണ്. നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കുക. ഒരിക്കലൊരു മനുഷ്യൻ അയാളുടെ അപ്പനെ വലിച്ചു റോഡിൽ കൊണ്ട് കളയാനായിട്ട്. കിണറ്റിൻകരയിൽ എത്തിയപ്പോൾ തന്ത പറഞ്ഞു, മോനെ നിർത്ത, എന്റെ അപ്പച്ചനെ ഞാൻ ഇവിടെ വരെ വലിച്ചോളൂ. നോക്കൂ, നമ്മൾ കൊടുക്കുന്ന ബഹുമാനം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഇന്ന് മദേഴ്സ് ഡേ ആണ്. കുഞ്ഞുങ്ങളോട് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ്. അപ്പനും അമ്മയും നമ്മുടെ കളിപ്പാട്ടങ്ങളല്ല. അപ്പനും അമ്മയും കഠിനാധ്വാനം ചെയ്ത് നമുക്ക് ചെലവ് തരുവാൻ വേണ്ടി മാത്രം ബാധ്യസ്ഥരായിരിക്കുന്ന ആളുകളല്ല. നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. നോക്കൂ, ഇത് അമേരിക്കൻ ചരിത്രത്തിൽ നടന്ന ഒരു കാര്യമാണ്. ജെയിംസ് വെബ്സ്റ്റർ സ്മിത്ത് എന്നു പേരുള്ള ഒരു കറമ്പൻ, അയാൾ ഒരു അടിമയായിരുന്നു. അയാൾ അമേരിക്കയുടെ ആർമിയിൽ ചേർന്നു. രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടി അയാൾ ആർമിയിൽ ചേർന്നു. വെള്ളക്കാരും അയാളോട് ഒരൊറ്റ അക്ഷരം പോലും മിണ്ടിയില്ല. അവിടെ എഴുതിയ ഒരു പരീക്ഷകളിലും അയാൾ ജയിച്ചില്ല. കുറെ നാൾ കഴിഞ്ഞ് തക്ക സമയത്ത് ആഹാരം ലഭ്യമാകാതെ സഹപ്രവർത്തകരുടെ ആ ഭാഗത്ത് നിന്ന് ഒരു സഹകരണവും ലഭ്യമാക്കുവാൻ ഇടയാകാതെ ആ മനുഷ്യൻ TB രോഗിയായി മരണപ്പെടുവാനിടയായിട്ടുണ്ട്. അയാളുടെ നിറത്തിന്റെ പേരിൽ അയാളെ അംഗീകരിക്കുവാൻ അമേരിക്കൻ സൊസൈറ്റി തയ്യാറായിരുന്നില്ല. 123 വർഷങ്ങൾക്ക് ശേഷം 1997 ആ മനുഷ്യനെ അമേരിക്ക ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അയാളുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ആ അംഗീകാരം നൽകുവാൻ നോക്കിയിട്ട് അയാളുടെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ആരെയും കണ്ടെത്തുവാൻ കഴിയാതിരുന്നതുകൊണ്ട് അത് നോർത്ത് കരോളിനയിലെ ഒരു യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ച് ആ മനുഷ്യനെ അമേരിക്കൻ ഗവൺമെന്റ് ആദരിക്കുവാനിടയായിത്തീർന്നു. നോക്കൂ, ലോക ഗവൺമെന്റിന് പോലും അർഹമായ ബഹുമാനം കൊടുക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ കുറ്റബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഈ വക കാര്യങ്ങളിൽ എത്രത്തോളം ഉത്സുകരായിരിക്കണം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നവരാകുവാൻ, അംഗീകരിക്കുന്നവരാകുവാൻ, ഉൾക്കൊള്ളുന്നവരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, അനവധി കാര്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിച്ച റോമാലെ നോക്കൂ, ബഹുമാനിക്കുക ഏറ്റവും വലിയ കൽപ്പനകളിൽ ഒന്നാണത്. ധനികനായ ഒരു ചെറുപ്പക്കാരൻ യേശുവിനെ കാണാൻ വന്നു. അവനോട് യേശു ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന എന്താ? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, ഞാനതെല്ലാം പാലിക്കുന്നുണ്ട്. നോക്കൂ, കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുള്ള ഏറ്റവും വലിയ കൽപ്പനകളിൽ ഒന്നാണ് നാം പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. എന്നാൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ മറ്റുള്ളവരെ ഒന്നാമതായി ബഹുമാനിക്കുവാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ കഴിയണം. മറ്റുള്ളവരുടെ എല്ലാം ആശയം നമ്മുടെ അതേ ആശയമായി തീർന്നിട്ട് നമുക്കൊരിക്കലും ആരെയും അംഗീകരിപ്പാനും സ്നേഹിപ്പാനും സാധ്യമല്ല. രണ്ടുപേരുടെ അഭിപ്രായം ഒന്നാണെങ്കിൽ രണ്ടാമത്തെ ആളിന്റെ ആവശ്യമില്ല.
എല്ലായ്പ്പോഴും മനുഷ്യരുടെ ഇടയിൽ വ്യത്യസ്തമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകും. അത് നിലനിൽക്കുമ്പോൾ തന്നെ ദൈവ മക്കൾ എന്ന നിലയിൽ അവരെ ബഹുമാനിക്കുകയും അവരുടെ ആശയത്തെ ഉൾക്കൊള്ളുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം തന്നെ 13-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. നോക്കൂ, കൂട്ടുകാരന് ദോഷം ചിന്തിക്കുന്നില്ല. സ്നേഹമുണ്ടെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വരുക്കൂട്ടിയാണ് നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. നമ്മളെല്ലാം ഭാവനയിൽ ഓരോരുത്തരെ ശത്രുക്കളായി ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ട് അവർക്കെതിരെ ചിന്തിച്ച് നമ്മുടെ നല്ല സമയം നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതിനേക്കാൾ അനായാസമായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ചെയ്തതുപോലെ, സ്നേഹിത നീ വന്ന കാര്യം എന്ത്? അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നവരാകണം. എന്നാൽ സ്നേഹം ഒരിക്കലും സ്വാഭാവികമായി നടക്കുന്നില്ല. സ്നേഹത്തിനകത്ത് ത്യാഗം അന്തർലീനമായിട്ടുണ്ട്. ത്യാഗമില്ലാതെ നമുക്കാരെയും സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ത്യാഗമില്ലാതെ നമുക്കാരെയും ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. എന്ന് വായിച്ച റോമാലേഖനം തന്നെ 14-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ച്. നിന്റെ ഭക്ഷണം നിമിത്തം നീ സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. അപ്പോൾ നോക്കൂ, സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പറഞ്ഞുവിടാൻ വളരെ എളുപ്പമാണ്. എന്നാൽ മറ്റൊരാൾ നമ്മെ സ്നേഹിക്കണമെങ്കിൽ ആ ആള് തന്റെ ആഹാര കാര്യത്തിൽ ഒരു ക്രമീകരണം വരുത്തേണ്ടത് ആവശ്യമാണെങ്കിൽ അതുപോലും ചെയ്യണം എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു സഭയിലെ അംഗങ്ങളായിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞതുപോലെ എന്റെ ഇച്ഛകളെല്ലാം നടക്കണം, എന്റെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മൾ ത്യാഗത്തോടുകൂടെ ഇടപെട്ടു എന്റെ സഹോദരനെ സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് നമ്മുടെ കർത്താവ് കാണിച്ച മാതൃക. നോക്കൂ, വളരെ വിഷമമുള്ള കാര്യമാണ് ഈ പ്രസംഗിക്കുന്നത്. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സ്ഥിതിക്ക്, സ്നാനപ്പെട്ട സ്ഥിതിക്ക്, പെന്തക്കോസ്തുകാർ എന്ന പേരെടുത്ത സ്ഥിതിക്ക് വേദപുസ്തകം അനുസരിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. വേദപുസ്തകം അനുസരിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ മതിയാകുകയുള്ളൂ. ത്യാഗമില്ലാതെ സ്നേഹമില്ല. നോക്കൂ, ഒരു കർഷകന്റെ വിള മുഴുവൻ തീ പിടിക്കുവാനിടയായി തീർന്നു. സാധാരണഗതിയിൽ അങ്ങനെ തീ പിടിച്ചാൽ ഒരു വശത്ത് നിന്നാണ് തീ പടരുന്നതെങ്കിൽ കർഷകരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എതിർ ദിശയിൽ നിന്ന് തീ ഇട്ടുകൊടുക്കും. ഇത് രണ്ടും കൂടെ വന്ന് ചേർന്ന് കഴിയുമ്പോൾ ഈ തീ അണയും. അങ്ങനെയാണ് സാധാരണ തീ കെടുത്തുന്നത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. അങ്ങനെ ഒരു കർഷകന്റെ വിളയിൽ തീ വീണു. ആ തീ അയാൾ അണച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയിരിക്കുന്നു തന്റെ പാടം എന്ന് നോക്കുവാനായിട്ട് അയാൾ ഇറങ്ങിച്ചെന്നപ്പോൾ ആ ചിറകുകളെല്ലാം കരിഞ്ഞ് നിർജീവമായിരിക്കുന്ന തന്റെ ഒരു കോഴിയെ കണ്ടു. ആ കോഴിയെ ആ മനുഷ്യൻ പൊക്കിയെടുത്ത് നോക്കിയപ്പോൾ ജീവനുള്ള 4 കുഞ്ഞുങ്ങൾ അതിന്റെ അടിയിലിരിക്കുന്നത് അയാൾക്ക് കാണുവാൻ കഴിയും. തീയുടെ മുമ്പിൽ തന്റെ ജീവനേക്കാൾ ഉപരി തന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ത്യാഗപൂർണമായ ഒരു ചിന്ത ആ ജീവിയിൽ ഉണ്ടെങ്കിൽ എത്രയധികം ത്യാഗപൂർണമായ പ്രവർത്തനം നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സഹോദരങ്ങളെ നിലനിർത്തുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്താണ് സ്നേഹം എന്ന് പറയുന്നത്? നോക്കൂ, ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ഇറ്റ് ഈസ് സൈലൻസ് വെൻ യുവർ വേർഡ്സ് വുഡ് ഹർട്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മെ നൊമ്പരപ്പെടുത്തുമ്പോൾ, മുറിവേൽപ്പിക്കുന്നതാകുമ്പോൾ നമ്മൾ മറുപടി പറയുന്നവരാകുവാനല്ല, അവിടെ മൗനം പാലിക്കുവാനായിട്ട് കഴിയണം. ക്രിസ്തു നമുക്ക് ആ മാതൃക കാണിച്ചു തന്നു, തീർച്ചയായിട്ടും കാണിച്ചു തന്നു. നമ്മുടെ കർത്താവിന്റെ മുഖത്ത് നോക്കിയല്ലേ ആ തലമുറയിലെ ആളുകൾ ചോദിച്ചത്, ഇവൻ തച്ചനല്ലേ, ഇവൻ മറിയയുടെ മകനല്ലേ, ഇവന്റെ സഹോദരങ്ങളൊക്കെ നമ്മുടെ ഇടയിലില്ലേ, ഇവരെ നമുക്ക് അറിയത്തില്ലേ? ഇതൊക്കെ അതിൽ കൂടുതലായി ഒരാളിനെ നിന്ദിക്കുവാനൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ കർത്താവ് ക്ഷമയോടുകൂടെ അത് കേൾക്കുവാൻ മനസ്സുള്ളവനായിരുന്നു. നോക്കൂ, ഇറ്റ് ഈസ് സൈലൻസ് വെൻ യുവർ വേർഡ്സ് വുഡ് ഹർട്ട്, ഇറ്റ് ഈസ് പേഷ്യൻസ് വെൻ യുവർ നെയ്ബേഴ്സ് ഹർട്ട്. നമ്മളെ അവജ്ഞയോടുകൂടെ മറ്റുള്ളവർ വീക്ഷിക്കുമ്പോൾ, അനാദരവോടുകൂടെ സംസാരിക്കുമ്പോൾ,
ക്ഷമയോടുകൂടെ അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഉദാത്തമായ മാതൃക. നോക്കൂ, നമ്മളൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുകയാണ്. 10 വർഷം കഴിഞ്ഞും അതേ വാക്കുകളാണ് നമ്മുടെ ഹൃദയത്തിൽ തികട്ടി വരുന്നത്. നോക്കൂ, ചെറിയ വാക്കുകളുടെ പേരിൽ സ്നേഹം നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരാകുവാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് ഡെഫ്നെസ് വെൻ ദി സ്കാൻഡൽ ഫ്ലോസ്. നമ്മെക്കുറിച്ച് ദോഷം പറഞ്ഞു വരുത്തുമ്പോൾ അതിനെ നമ്മൾ നിർവികാരതയോടുകൂടെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഞാനത് കേട്ടില്ല എന്ന് നടിക്കുവാൻ കഴിയുക. അവിടെയാണ് നമുക്ക് സ്നേഹം നിലനിർത്തുവാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് തോട്ട്ഫുൾനെസ് ഫോർ അനദേഴ്സ് ബോയ്. മറ്റൊരാൾ കഷ്ടപ്പെടുമ്പോൾ അവന് അർഹമായത് കിട്ടിയിരിക്കുന്നു, ഇന്ന് രാത്രിയിൽ എനിക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിക്കുന്നവൻ അല്ല. എന്റെ കൂട്ടു സഹോദരനുണ്ടായ നൊമ്പരം എന്റെ നൊമ്പരമാണ് എന്ന് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. അവന്റെ പരാജയം എന്റെ പരാജയമാണ് എന്ന് ഏറ്റെടുക്കുവാൻ കഴിയണം. നോക്കൂ, നമ്മളെല്ലാം ക്രിസ്തു ആകുന്ന ആ തലയുടെ ശരീരങ്ങളാണ്. ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ആ ശരീരത്തിന് വ്യത്യസ്തങ്ങളായ അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിനും ഓരോ ജോലിയും, ഓരോ അവയവത്തിനും ഓരോ ഉത്തരവാദിത്വമാണ്. വലുതായാലും ചെറുതായാലും ആ അവയവത്തിന്റെ സ്ഥാനത്ത് അതില്ലെങ്കിൽ ആ ശരീരം കൊണ്ട് പ്രയോജനമില്ലാതാവുകയാണ്. നമ്മളെല്ലാം ദൈവ സഭയിലെ അംഗങ്ങളാണെങ്കിൽ കർത്താവ് നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിനക്കൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് നിന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. നീ അവിടെ തക്ക സമയത്ത് കാണണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറയുവാനിടയായി തീർന്നു. വീരന്മാർ പട്ടുപോയതെങ്ങനെ? ശൗലിന്റെ കാര്യമാണ്. എത്രയോ ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നു. അറിവിൽ അവൻ വീരനായിരുന്നു, ആകാരത്തിൽ അവൻ വീരനായിരുന്നു, യോദ്ധാവെന്ന നിലയിൽ അവൻ വീരനായിരുന്നു, കാഴ്ചയ്ക്ക് അതീവ സൗന്ദര്യമുള്ളവനായിരുന്നു, അനവധി യുദ്ധങ്ങൾ ജയിച്ചയാളായിരുന്നു. ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ച സ്ഥാനത്ത് അവനെ എത്തപ്പെടുവാൻ കഴിയാതിരുന്നത് കൊണ്ട് എന്തുപറ്റി? പരാജയപ്പെടുവാനിടയായി തീർന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. ആരംഭത്തെക്കാൾ നല്ല അവസാനം ലഭ്യമാകുവാൻ ദൈവമക്കൾ തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുവാൻ ഇടയാകരുത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് പ്രോമിസ് വെൻ സ്റ്റേൺ ഡ്യൂട്ടി കോൾസ്. അത്യാവശ്യമായി എനിക്കൊരു ആത്മീക കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് ആത്മാർത്ഥതയോടും ഉത്തരവാദിത്വത്തോടും കൂടെ ചെയ്യുന്ന മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ഉദാസീനതയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഉദാസീനതയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുകയും ഹല്ലേലൂയ. എത്രയോ നാളായി നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കരുതുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. എന്താ കുഴപ്പമെന്ന് പറയട്ടെ? പിണങ്ങരുത്, പിണങ്ങിയാലും കുഴപ്പമില്ല. വീട്ടിൽ കിടന്നുറങ്ങാൻ നേരമില്ലാതെ ആശുപത്രിയിൽ പോയി കിടന്ന് ജോലി ചെയ്ത് ആവശ്യമില്ലാത്ത സാധനം എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് അവന് ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വമില്ല. ജീവിതം എന്താണെന്ന് മക്കളെ പഠിപ്പിക്കണം. അവരിതിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കണം. പണം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കണം. അമേരിക്കയിലെ കോടീശ്വരന്മാർ പോലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കുന്നവരല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണെന്നറിയാമോ? മാതാപിതാക്കളെ അനുസരിക്കുന്നവരാകണം, ദൈവത്തെ ബഹുമാനിക്കുന്നവരാകണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് കറേജ് വെൻ മിസ്ഫോർച്യൂൺസ് ഫോൾ. ഒരാൾ സ്നേഹത്തിന് അധീനനാണെങ്കിൽ എന്താ നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായാൽ പോലും എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അവൻ ധൈര്യശാലിയായിരിക്കും. അതാണ് നമ്മുടെ കർത്താവ് കാണിച്ചു തന്ന മാതൃക. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, ഭൂതത്തെ കൊണ്ടല്ലാതെ ഒരാൾക്ക് ഭൂതത്തെ ഇറക്കാൻ കഴിയത്തില്ല. നോക്കൂ, വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ നിഴൽ കണ്ടാൽ ഭൂതങ്ങൾ അലറിയോടുമായിരുന്നു. ആ ദൈവപുത്രനെ കുറിച്ച് സമൂഹത്തിലുള്ള ആളുകൾ പറഞ്ഞതെന്താ? എവരെ ഭൂതത്തെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. നോക്കൂ, നമ്മളെ കുറിച്ച് ആരെ കുറിച്ച്
കുറിച്ചെങ്കിലും ഒരു അപവാദം പറഞ്ഞാൽ നമുക്ക് അത് ഉൾക്കൊള്ളുവാനോ ക്ഷമിക്കുവാനോ കഴിയുമായിരുന്നില്ല. എത്രയോ ദോഷകരമായ കാര്യം നമ്മുടെ കർത്താവിനെ കുറിച്ച് ആ സമൂഹം പറയുവാനിടയായി തീർന്നു. എത്രയോ വേദനാജനകമായ കാര്യങ്ങൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും വകവെക്കാതെ എപ്പോഴൊക്കെ തന്റെ വാ മൂടി അവൻ നിൽക്കേണ്ടതായിട്ടുണ്ടോ, എപ്പോഴൊക്കെ താൻ ക്ഷമിക്കേണ്ട സാഹചര്യമുണ്ടോ, ആ സമയത്തെല്ലാം ക്ഷമിക്കുവാനും പൊറുക്കുവാനും മനസ്സുള്ളവനായിരുന്നു നമ്മുടെ കർത്താവെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കും, പരസ്പരം സ്നേഹമുള്ളവരായിരിക്കും, പരസ്പരം വിട്ടുവീഴ്ചയുള്ളവരായിരിക്കും, പരസ്പരം ത്യാഗമനോഭാവത്തോടുകൂടി ഇടപെടുവാൻ മനസ്സുള്ളവരായിരിക്കും. അതാണ് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നവരാകണം, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. നോക്കൂ, ആകയാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സമാധാനം ഉണ്ടാക്കാത്തവർ ഭാഗ്യദോഷികൾ, അവർ പിശാചിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ആത്മീക വർധന ഉണ്ടാകണം. ആത്മാവിന്റെ ഒരു ശരാശരി നിലവാരമല്ല, അത് വർദ്ധിപ്പിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചില ആളുകൾ രക്ഷിക്കപ്പെട്ട നാളിനേക്കാൾ ആത്മീയമായിട്ട് അവർ വളർന്നു 10-15 വർഷം കഴിഞ്ഞപ്പോ. ചില ആളുകൾ രക്ഷിക്കപ്പെട്ട നാളിനേക്കാൾ തളർന്നു 10-15 വർഷം കഴിഞ്ഞപ്പോ. കുഴഞ്ഞു, ഒരു തരത്തിൽ മുന്നേറാനൊക്കുന്നില്ല. നമ്മൾ ആത്മീക വർധന വരുത്തണം. എങ്ങനെയാ ആത്മീക വർധന ഉണ്ടാകുന്നത്? വെറുതെ ലോകത്ത് ഒരു കാര്യവും നടക്കത്തില്ല. ആത്മീക വർധന നടക്കണമെങ്കിലും അതിന്റെ ഒരു ശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. ഒന്ന് വായിച്ച് 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച്. സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹം എന്ത് ചെയ്യുന്നു? ആത്മീക വർധന വരുത്തുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എത്ര പ്രസംഗങ്ങൾ നടത്തിയാലും, എത്ര പ്രസംഗങ്ങൾ കേട്ടാലും സ്നേഹമില്ലെങ്കിൽ എന്തുണ്ടാകുന്നില്ല? ആത്മീക വർധന ഉണ്ടാകുന്നില്ല. ആത്മീക വർധന ഉണ്ടാകണം. അന്യോന്യം ആത്മീക വർധനയ്ക്കുതകുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. എങ്ങനെയൊക്കെയാണ് ആത്മീക വർധന ഉണ്ടാകുന്നതെന്ന് വായിച്ച് 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ച്. നോക്കൂ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ അതിൽ നിന്നുണ്ടാകുന്നത്? അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരാൾ ദൈവത്തോട് സംസാരിക്കുന്നത് കൊണ്ട് അവന് തന്നെ ആ വാക്കുകൾ, ആ അന്യമായ ഭാഷകൾ അവനെ ശുദ്ധീകരിക്കുകയാണ്. അവൻ ആത്മാവിൽ വളർച്ച പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഞാൻ ആത്മാവിൽ നിറയപ്പെട്ടു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ലക്ഷണം എന്നതിനേക്കാൾ ഉപരി അതെന്ത് ചെയ്യുന്നു? എന്നെ അത് എഡിഫൈ ചെയ്യുന്നതാണ്, എന്നെ ശുദ്ധീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതെന്ത് വരുത്തുന്നു? ആത്മീക വർധന വരുത്തുന്നു. പ്രബോധനം അതിനുവേണ്ടിയാണ് ഈ പ്രവചനവും അതുപോലെ തന്നെ അന്യഭാഷയും വെച്ചിരിക്കുന്നത്. വിശേഷാൽ പ്രവചനം, അതിൽ നിന്ന് ആത്മീക വർധന ഉണ്ടാകണം. അതുപോലെ തന്നെ പ്രബോധനത്തിനും കേൾക്കുന്നവർക്ക് ആശ്വാസത്തിനുമായിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്? ഒരാൾ പ്രവചിക്കുന്നെങ്കിൽ ഈ 3 കാര്യങ്ങൾ നടക്കണം. അതാണ് പ്രവചനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതിനെ ഒന്നും വിമർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നല്ല കാലത്ത് ഗുണം വരും എന്ന് പറയുന്നത് മാത്രമല്ല പ്രവചനം. ഈ 3 കാര്യങ്ങൾ അതുകൊണ്ട് ആർക്കുണ്ടാകണം? ആ വ്യക്തിക്കും ഉണ്ടാകണം, സഭയ്ക്കും ഉണ്ടാകണം. ആത്മീക വർധനം ഉണ്ടാകണം, പ്രബോധനം ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. നോക്കൂ, സ്നേഹത്തിൽ കൂടെ എന്ത് വർദ്ധിക്കുന്നു? ആത്മീക വർധനം ഉണ്ടാകുന്നു.
പ്രവചനം ഉണ്ടെങ്കിൽ അതിൽ കൂടെ എന്ത് സംഭവിക്കുന്നു? ആത്മീക വർധനവ് ഉണ്ടാകുന്നു. ഇനി ഒന്ന് വായിച്ച് 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ച്. ഭാഗ്യ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീക വർധനയ്ക്കായിട്ടത്രേ. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും. നോക്കൂ, ഞങ്ങളുടെ സംഭാഷണം പോലും എന്തിനാണ്? ആത്മീക വർധനയ്ക്ക് ഉതകുന്നതാണ്. നോക്കൂ, നമ്മുടെ വാക്കുകൾ ഒരാളിനെ ആത്മീകമായി കെടുത്തുന്നതാകരുത്. നമ്മുടെ സംഭാഷണം ഒരാളിനെ ആത്മീകമായി നശിപ്പിക്കുന്നതാകരുത്. ലോകത്തെന്തെല്ലാം സംഭവങ്ങൾ നടക്കും എന്നറിയാമോ? ഞങ്ങളുടെ വീട്ടിലെ ഒരു മനുഷ്യൻ വരുമായിരുന്നു. അദ്ദേഹം ഒരു കാലത്ത് ഒരു പാസ്റ്ററായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലൊന്ന് വരും. അപ്പൊ വീട്ടിൽ വന്ന് തുടങ്ങുന്നത് തന്നെ, പാസ്റ്ററെ കേട്ടായിരുന്നോ എന്നും പറഞ്ഞാ വരുന്നത്. അപ്പൊ എവിടെങ്കിലും ആരെങ്കിലും ഉരുണ്ട് പഠിച്ച് വീട് കാണും. എവിടെങ്കിലും എത്രയോ പേര് അതിലൊരാൾക്ക് വീഴാനെന്തോ പ്രയാസം. പുള്ളി ആ കഥയുമായിട്ടാ വരുന്നത്. എത്രയോ പേര് നേരെ നിൽക്കുന്നുണ്ട്. അത് പുള്ളിപ്പെട്ട വിഷയമല്ല. നമ്മുടെ സംഭാഷണം ആത്മീക വർധനയ്ക്ക് ഉതകുന്നതായിരിക്കണം. എന്റെ അപ്പച്ചൻ പാസ്റ്ററായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തീരെ ചെറിയ പ്രായം, ഞാൻ ഈ ഓബേദിന്റെയൊക്കെ പ്രായമുള്ള കാലം തൊട്ട് എന്റെ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പല മനുഷ്യരെ, പഴയ വീടുകളൊക്കെ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വീടുകളിൽ വരും. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി ദൂര സ്ഥലത്ത് നിന്നൊക്കെ ആളുകൾ വരും. പലപ്പോഴും ഇവരുടെ ചർച്ചകൾ മുഴുവൻ വേദപുസ്തകത്തെ കുറിച്ച് മാത്രമാണ്. ഒന്നിൽ അന്നത്തെ പത്രത്തിൽ എന്ത് വാർത്ത വന്നു, ആ പത്രവാർത്ത എങ്ങനെ വേദപുസ്തകവുമായിട്ട് ബന്ധിപ്പിക്കാം, ഇല്ലെങ്കിൽ ലോകത്തിൽ നടന്ന ഏതെങ്കിലും സംഭവം എങ്ങനെ വേദപുസ്തകവുമായി ബന്ധിപ്പിക്കാം, എങ്ങനെ അവരുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താം, എങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോകാം എന്നല്ല, മറിച്ച് എങ്ങനെ ഒരു സംഭവത്തെ, ഒരു സാഹചര്യത്തെ നമ്മുടെ ആത്മീക വർധനയ്ക്കും നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് കാരണമായി തീരുമോ, ആ രീതിയിൽ നമ്മുടെ സംഭാഷണം നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ ലോകപ്രകാരമുള്ള ഒരു കാര്യവും പറയരുതെന്നോ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയരുതെന്നോ എന്നൊന്നും ഞാൻ അർത്ഥമാക്കിയില്ല. എന്നാൽ നമ്മുടെ പ്രധാന പ്രതിപാദ്യ വിഷയം ആത്മീകമായി നമുക്ക് വർധനവ് ഉണ്ടാകുന്ന കാര്യമായിരിക്കണം. നോക്കൂ, എവിടെയെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥന കൊണ്ട് ഒരു രോഗസൗഖ്യമുണ്ടായി എന്ന് കേൾക്കുന്നു എന്നിരിക്കട്ടെ, അത് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ കേൾക്കുന്ന എത്രയോ മനുഷ്യർ അതുമൂലം ആത്മീക വർധന പ്രാപിക്കാനിടയായിത്തീരും. എത്രയോ മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്ന നമ്മുടെ തന്നെ ആത്മീക അനുഭവങ്ങളെ മെച്ചമാക്കി തീർക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് സംഭാഷിക്കുവാൻ കഴിയും. സ്നേഹമുള്ളവരായിരിക്കുക എന്ന് മാത്രമല്ല, പ്രവചനത്തിൽ കൂടെ അല്ലെങ്കിൽ അന്യഭാഷയിൽ കൂടെ നമ്മൾ സംസാരിക്കുന്നവരായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആത്മീക വർധനയെ ലക്ഷ്യമാക്കി സംസാരിക്കുന്നവരായിരിക്കണം. ഒരു കാര്യം ഓർത്തോണം, ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്നതാണ് എല്ലായ്പ്പോഴും വായ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുവോ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അവൻ ആ കാര്യമാണ് ഹൃദയത്തിലിട്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചില ആളുകൾ കാറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ചില ആളുകൾ വീടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ചില ആളുകൾ സ്വത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ചില ആളുകൾ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓരോരുത്തർക്കും താല്പര്യമുള്ള ഓരോ വിഷയങ്ങളാണ്. എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ അതിനൊന്നും തന്നെ എതിരല്ല. നല്ലൊരു കാര്യം ഓർത്തോണം, നിന്റെ വാക്കുകൊണ്ട് വേറൊരുത്തൻ ഉറപ്പിക്കപ്പെടുവാനിടയായിത്തീരണം. നിന്റെ വാക്കുകൊണ്ട് ആത്മീക വർധന വരുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. മറ്റൊരാളിനെ തളർത്തിക്കളയുന്ന വാക്കുകൾ പറയുവാനല്ല, ആത്മീകമായി അവരെ ഉത്തേജിപ്പിക്കുന്നവരാകണം. ഒന്ന് വായിച്ചേ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു. ആത്മീക വർധന പ്രാപിച്ചു അവനിൽ വേരൂന്നണം. ആത്മീക വർധന ഉണ്ടാകണമെങ്കിൽ വേരോടേണ്ടത് ക്രിസ്തുവിലാണ്. ഉപരിതലത്തിലെ കതിരെ കൊണ്ടുവന്ന് വളം വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വേര് എവിടെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ സാറുമാര് കാണിച്ചു തരുന്ന ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. കണ്ണാടിച്ചെടി കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ്. ഒരു മഷിക്കുപ്പി എടുത്ത് കൊണ്ടുവന്നിട്ട്, കണ്ണാടിച്ചെടി കണ്ടിട്ടുള്ളവരുണ്ടോ? കണ്ടിട്ടില്ല, സാരമില്ല, ഇനി നാട്ടിൽ പോകുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, കാണാം. കണ്ണാടിച്ചെടി കഴുകി അതിന്റെ വേരൊക്കെ കഴുകിയെടുത്ത് കൊണ്ടുവരും. എന്നിട്ട് സാറ് ഈ മഷിക്കുപ്പിക്കകത്ത് ഒരു ഇച്ചിരി ചുമന്ന മഷിയും വെള്ളവും കൂടെ കലർത്തി അങ്ങോട്ട് വെച്ചിട്ട് ഈ ചെടി അങ്ങോട്ട് ഇടും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോ ഈ ചെടി അങ്ങ് ചുമന്നു വരും, ഈ വെള്ളം വലിച്ചെടുത്ത്.
കണ്ടിട്ടുള്ളവർ ആരാണ്ടൊക്കെ ഉണ്ട്. പള്ളിക്കുളത്തിൽ പോയപ്പോഴേ പഠിക്കണമായിരുന്നു. വളരെ മനസ്സിലായോ? അന്നേരം പണ്ടൊരാൾ പറഞ്ഞ പൊട്ടുമൊക്കെ അടിച്ച് ഇങ്ങനെ നടന്നാൽ ഇതൊന്നും ഓർക്കത്തില്ല. നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളിൽ ഇത് മനസ്സിലാകാത്തവരുടെ കാര്യം. ക്രിസ്തുവിൽ വേരൂന്നിയാൽ ക്രിസ്തുവിന്റെ സ്വഭാവം വളർന്നു വരും. ക്രിസ്തുവിൽ വേരൂന്നിയാൽ ക്രിസ്തുവിന്റെ സ്വഭാവം വളർന്നു വരും. അതല്ലാതെ വേറെ ആത്മീക വർധനയ്ക്ക് വഴിയൊന്നുമില്ല. നമ്മൾ ആത്മീക വർധന പ്രാപിച്ചവരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് വായിച്ച യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തത് കൊണ്ട് എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അതിനുള്ള പ്രയോജനം ഒന്ന് വായിച്ച അടുത്ത വാക്യങ്ങൾ. എന്നെ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവർ ഉണങ്ങിപ്പോകുന്നു. തീയിലിടുന്നത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കും. നോക്കൂ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്താ വായിച്ചത്? എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമാകണമെങ്കിൽ എന്തു വേണം? നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമാകൂ. അതിൽ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഫലം കായ്ക്കത്തുള്ളൂ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമാകണമെങ്കിൽ, നിന്നിൽ നിന്ന് ആത്മീക ഫലങ്ങൾ പുറപ്പെടണമെങ്കിൽ 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 8-ാം വാക്യം തുടച്ചൊന്ന് വായിച്ചേ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? പിതാവ് മഹത്വപ്പെടും. അപ്പൊ ഏതെങ്കിലും ഒരുത്തൻ ഫലം കായ്ക്കാതെ വന്നിരിപ്പുണ്ടെങ്കിൽ പിതാവിന് അവനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അയ്യോ, ഇത് കഠിന വാക്ക്. നോക്കൂ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമാകും, ഫലം കായ്ക്കുന്നവരാകുവാൻ, പിതാവ് മഹിമപ്പെടുവാൻ, നമ്മൾ ശിഷ്യർ എന്ന് ലോകം അറിയുവാൻ. 11-ാം വാക്യം ഒന്ന് വായിച്ച്. ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്റെ സന്തോഷം നിങ്ങളിലിരിക്കും, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ.